ഹോർമൂസ് കടലിടുക്കിൽ ഒരു കപ്പലിൽ നേരെ വീണ്ടും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഗൾഫ് മേഖലയിൽ ഇങ്ങനെ നിരന്തരം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് കുറെ കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം പുതിയ ഉയരത്തിലെത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാൻ തീരത്താണ് ഇപ്പോൾ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു വാണിജ്യ കപ്പലാണ്, അതിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് അറിയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സൈന്യമാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന്. എവർ ലവ്ലി എന്ന് പേരിട്ടിരിക്കുന്ന വ്യാപാര കപ്പലിനെ ഇറാൻ അർദ്ധസൈനിക വിപ്ലവ ഗാർഡ് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഇപ്പോൾ പറയുകയാണ്. പോരാത്തതിന് ആക്രമണത്തിന് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു, എന്നാൽ ആളപായമോ പരിസ്ഥിതി നാശമോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. എന്തായാലും ഐക്യരാഷ്ട്രസഭ വലിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഒരു പ്രധാന തീരുമാനമായി പറഞ്ഞിരിക്കുന്നത്. ഈ റൂട്ടിലെ കപ്പലുകളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിലെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളത് NGCയുടെ സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആക്രമിക്കപ്പെട്ട കപ്പൽ അത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായില്ല, അത് വാണിജ്യ കപ്പലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ ഇറാൻ ഒരു തുറന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾ ആരെങ്കിലും ഹോർമൂസിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ഇറാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. അതായത് കപ്പൽ പോകുന്നതിന് 48 മണിക്കൂർ മുമ്പേ കപ്പലിന്റെ വിശദാംശങ്ങളും പോകുന്ന റൂട്ടും അറിയിക്കണം, കപ്പൽ പോകാനായിട്ട് കപ്പം കൊടുക്കണം എന്നൊക്കെയാണ് ഇറാന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അവരുടെ ഒരു വ്യാഖ്യാനവും അവരുടെ ഒരു തീരുമാനവും. അപ്പോൾ ഈ തീരുമാനത്തിനെതിരെ സൗദി അറേബ്യയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ കടുപ്പിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലോകത്തിലെ മൊത്തം എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു പുതിയ പാത എവിടെയെങ്കിലും തുറക്കാൻ കഴിയുമോ എന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ തലപുകഞ്ഞ് ആലോചിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.